നമുക്കൊപ്പം മനാഫ് ചേരുന്നുണ്ട് തത്സമയം. മനാഫ്, ഇന്നത്തെ തെരച്ചിലിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഈ ആൽമരം മുറിച്ച് നീക്കുമ്പോൾ നമ്മുടെ ട്രക്ക് അവിടെ ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ സാധ്യത കൂടുന്നു. മാത്രമല്ല കമ്പി ഉപയോഗിച്ച് കുത്തിനോക്കി ട്രക്ക് അവിടെ തന്നെ ഉണ്ട് എന്ന് ഉറപ്പിക്കാം എന്നാണ് ഈശ്വർ മാൽപ്പയും വ്യക്തമാക്കിയത്. മനാഫിനോട് ഇപ്പോൾ ഇന്നത്തെ തെരച്ചിൽ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എല്ലാരും ഉണ്ട്. ക്രെയിൻ ഒരു ഉച്ചയോട് കൂടിയിട്ട് എത്തും. ക്രെയിൻ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് റോപ്പ് ഇട്ടിട്ട് വലിച്ചു കയറ്റും കരയിലേക്ക്. മരങ്ങളൊക്കെ ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഉണ്ട്. ആ മലമുകളിൽ നിന്നിരുന്ന മല മൊത്തം കാട് പിടിച്ച സ്ഥലമായിരുന്നു. ആ മരങ്ങൾ മൊത്തം വെള്ളത്തിന്റെ അടിയിലുണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് കയറ്റും. ഈ മരത്തിന്റെ അടിയിലാണ് ഇപ്പോൾ ട്രക്ക് ഉണ്ടെന്ന് കരുതുന്നത് അല്ലേ? ട്രക്കിന്റെ മേലെ ഈ കാട്ടിലെ മരങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ട്. ട്രക്കില് ഞങ്ങളെ മരങ്ങളും ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് അത്ര അടിയിലേക്ക് ആയിരിക്കൂല, അത്ര ചളിയില് ഫുള്ളായി ചളിയിലായിരിക്കില്ല വണ്ടി ഉണ്ടാവുക എന്നുള്ളതാണ് നേവിന്റെ ഒക്കെ ഒരു കാഴ്ചപ്പാട്. ഓക്കെ, ഇപ്പോൾ തെരച്ചിൽ നമ്മളിപ്പോൾ അവിടെ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവർ തെരച്ചിലിലേക്ക് അല്ലെങ്കിൽ ആ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് പോകുന്നത് അധികം കാണുന്നില്ല. മനാഫ് അവിടെ ഉണ്ടോ? ഞാൻ ഈ നേവിന്റെ അവരോട് സംസാരിച്ചു കൊടുക്കാം. നേവി എന്താണ് പറഞ്ഞത്? ഇന്ന് അവർ ഈ മരങ്ങൾ ആദ്യം എടുത്തു മാറ്റുക, ക്രെയിൻ വരുന്നതിനായി കാത്തിരിക്കുകയാണോ? അല്ല, ഒരു ഡൈവ് ചെയ്തിട്ട് ഒന്നും കൂടി ഡിറ്റക്ട് ചെയ്യാൻ നോക്കും എവിടാണ് ലോറിയുടെ എക്സാക്ട് ലൊക്കേഷൻ എന്നുള്ള. ഈശ്വർ മാൽപ്പയുമായി സംസാരിച്ചിരുന്നോ? അതെ സംസാരിച്ചതാണ്. ഈ മരങ്ങൾ മാറ്റാന്ന് പറയുന്നത് ഒരു നല്ലൊരു ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ്. അത് നല്ല വെല്ലുവിളിയായിരിക്കും. മരങ്ങൾ അതിന്റെ മുമ്പേ ഇവർ ഡൈവ് ചെയ്തിട്ട് എങ്ങനെ മരങ്ങൾ എടുക്കണം എന്നുള്ളതൊക്കെ ഡൈവ് ചെയ്തതിന് ശേഷം തീരുമാനിക്കും. ചിലതൊക്കെ മുറിച്ചു മാറ്റേണ്ടി വരുമായിരിക്കും, കാരണം കല്ലുകളൊക്കെ കിടപ്പുണ്ടെങ്കിൽ. മുറിച്ചു മാറ്റൽ പോസിബിൾ അല്ല പോസിബിൾ ഉള്ളൂ. ഈ ആൽമരം കിടക്കുന്നത് ഈ ഒരു ഭാഗത്ത് തന്നെയാണോ? അല്ല അത് വേറെ ഭാഗത്താണ്. ഇപ്പോൾ ഉള്ളത് ചെറിയ മരങ്ങളാണ്. അതെ അത് ചെറിയ മരങ്ങളാണ്. വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ കുറച്ച് കല്ലുകളും മാറ്റേണ്ടി വരും അവിടുന്ന്. പാറക്കല്ല്, വലിയ പാറ, അതെങ്ങനെ എടുക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രശ്നം. ഇന്നിപ്പോൾ അവിടെ ഈ തെരച്ചിൽ നടക്കുന്ന സ്ഥലത്ത് മനാഫും ജിതിനും ഒക്കെ പോകുന്നുണ്ടോ, അതോ നിങ്ങളെ വിവരങ്ങൾ അറിയിക്കാമെന്നാണോ പറഞ്ഞത്? ജില്ലാ ഭരണകൂടത്തിന്റെയും ആരെയും അവിടെ കാണുന്നില്ല? ഞങ്ങളെല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. ഈ കളക്ടറൊക്കെ ഇന്ന് വരുന്നുണ്ടോ? ഞങ്ങൾക്ക് ഒരു തടസ്സമില്ല. ഇപ്പോ കളക്ടറൊക്കെ ഇന്ന് വരുന്നുണ്ടോ? വന്നിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥരോ, SP അടക്കമുള്ളവർ, അവരാരെങ്കിലും ഉണ്ടോ? SP എത്തിയിട്ടില്ല. SP അധികം ഹൈപ്പ് കൊടുക്കേണ്ട വേണം, അതാണ് ബുദ്ധിമുട്ട്. SP വന്നാലാ ബുദ്ധിമുട്ട്. അവിടെ മേൽനോട്ടം വഹിക്കുന്നത് ആരാണ് മനാഫ്? അതറിയാൻ വേണ്ടി ചോദിച്ചതാണ്. പോലീസുകാരുണ്ട്. ഒപ്പം ഈ ഇന്നിപ്പോൾ NDRF ഉണ്ട്, SDRF ഉണ്ട്, നേവി ഉണ്ട്, മാൽപ്പയുടെ ടീമും ഉണ്ട്. മാൽപ്പന്റെ ടീമിന് ഇപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളെ പരിചയത്തിലുള്ള ക്രെയിൻ, ഈ വരുന്ന ക്രെയിനുകളൊക്കെ ഞങ്ങളെ പരിചയത്തിലുള്ളതാ. പണ്ട് മുതൽക്കേ ഞങ്ങളെ മരങ്ങളൊക്കെ കയറ്റുന്നത് ഈ ക്രെയിനുകാർ തന്നെയാണ്. അർജുനെ വരെ പരിചയമുള്ള ആളുകളാണ് ഈ ക്രെയിനിന്റെ മുതലാളിമാരും ഓപ്പറേറ്റേഴ്സും ഒക്കെ. അപ്പോൾ അവര് ഉച്ചയോടെ എത്തുമെന്നാണോ പറഞ്ഞത്? നമ്മൾ 11 മണിയെന്നാണ് കേട്ടത്. അതെ അല്ല, ഒരു ഉച്ചയാവും എത്താന്. ആ ട്രെയിനുകളൊക്കെ കംപ്ലൈന്റും ആണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇന്നലെ അത് കയറ്റുന്ന ടൈമിന് പോലെ ഹൈഡ്രോളിക് പമ്പ് ഒക്കെ കംപ്ലൈന്റ് ആയിരിക്കും. ഇന്നലെ കാളി നദിയിലെ ഓപ്പറേഷനിലല്ലേ? അത് ഭയങ്കര ശ്രമകരമായ ഒരു ദൗത്യേനു ഓർക്ക്. പക്ഷെ ഓർക്ക് അറിയാം അത് കഴിഞ്ഞാലേ ഓർക്ക് ഇവിടേക്ക് വരാൻ കഴിയുള്ളൂ എന്നുള്ളത് അറിയുന്നോണ്ട് ആ ഒരു വണ്ടിന്റെ കംപ്ലൈന്റുകൾ വരെ ശ്രദ്ധിക്കാതാണ് പണിയെടുത്തത്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിറ്റേ ദിവസം ഇന്ന് പിന്നെ ഒരു പണി നടക്കൂല എന്നുള്ളത് ഇന്നലെ ഓർക്ക് അറിയണതിനോണ്ട് ഇപ്പോൾ തകരാറൊക്കെ പരിഹരിച്ചോ? അവരുടെ ക്രെയിനിന്റെ തകരാറൊക്കെ പരിഹരിക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഉണ്ടല്ലേ? ഉത്തര കന്നഡ ജില്ലയിൽ തന്നെ ഉണ്ടല്ലോ, അതിന്റെ മറ്റൊരു ഭാഗത്തല്ലായിരുന്നു? ഇവിടെ തന്നെ. ഇത് ഈ കാളി നദി എന്ന് പറയുന്നതും ഈ അങ്കോല ഇത് പറയുന്നത് ഒരു 30-35 കിലോമീറ്റർ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഉച്ചയോട് കൂടി എത്തിച്ചേരും. 2 മണിന്റെ ഉള്ളിൽ എത്തും. 2 മണി. എത്ര ക്രെയിനാണ് വരുന്നത് മനാഫ്?
മൂന്ന് 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 3 ക്രെയിൻ. അത് പിന്നെ അതേമാതിരി തന്നെ വേറൊരു ക്രെയിന് ശിക്കാരിപ്പുറം എന്നിട്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു സ്ഥലമുണ്ട്. അങ്ങനെ നാല് ക്രെയിനുകൾ എത്തിക്കും. ഇപ്പോൾ നമുക്ക് അടുത്ത ദിവസമാണ് ഈ ഡ്രഡ്ജിങ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇന്ന് കുറച്ച് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ, അതായത് ഈ മരങ്ങൾ മാറ്റുമ്പോഴേക്കും അധികം താഴെയല്ല ട്രക്കെങ്കിൽ നമുക്ക് ഈ ക്രെയിനുകൾ ഉപയോഗിച്ച് തന്നെ കയറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ലേ? അത് തിങ്കളാഴ്ച എത്തും എന്നാണ് പറയുന്നത്. എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളത് അറിയില്ല. ആ ടൈമിന്റെ ഉള്ളിൽ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. ഡ്രഡ്ജിങ് മെഷീൻ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. നമുക്കപ്പോൾ ഈ മരങ്ങൾ എത്ര മരങ്ങൾ എന്നുള്ളതൊന്നും നമുക്ക് അനുമാനിക്കാൻ കഴിയില്ല. കാരണം ആ മലയുടെ ഒരു ഭാഗത്തൊക്കെ തിങ്ങി നിറഞ്ഞ മരങ്ങൾ നിൽക്കുന്നുണ്ട്. അതെ, അത് കേട്ടാൻ തുടങ്ങുമ്പോൾ ആളുകൾക്ക് കാണാൻ പറ്റും എത്ര മരം അതിന്റെ അടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതിപ്പോ എല്ലാ മരങ്ങളും മാറ്റൂല. ഞങ്ങള് ആ ലൊക്കേറ്റ് ചെയ്ത ഒരു 25-30 മീറ്റർ ചുറ്റളവിലുള്ള മരങ്ങളാണ് മെയിനായിട്ട് മാറ്റുക. ഓക്കെ, അത് ഉച്ചയോടുകൂടി തുടങ്ങും. ഇപ്പോൾ നിലവിൽ ഈ ഡൈവിംഗ് ടീം അവിടെ കൂടുതൽ ഉറപ്പിക്കും. ആ ഭാഗത്ത് തന്നെയാണ് ഉള്ളതെന്നുള്ളത് കൂടുതൽ ഉറപ്പിക്കാനായിരിക്കും. എങ്ങനെയൊക്കെയാണ് ആ മരങ്ങൾക്ക് റോപ്പിടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ കരയിൽ വെച്ചിട്ട് റോപ്പിടുന്ന മാതിരിയല്ല, വെള്ളത്തിന്റെ അടിയിൽ വെച്ചിട്ട് ഒരു മരത്തിന് തന്നെ മിനിമം ഒരു 3 ആളെങ്കിലും ഡൈവേഴ്സ് ഉണ്ടാവണം. അപ്പുറം ഇപ്പുറം നിന്നിട്ട് വേണം ഈ റോപ്പ് ചുറ്റി കൊടുക്കാൻ ഈ മരത്തിന്. ഒരു ശ്രമകരമായ ദൗത്യമാണ്. എല്ലാ ടീമിലുമുള്ള ഡൈവേഴ്സ് ഒന്നിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതെ, ഡൈവേഴ്സിന്റെ ഷോർട്ടേജ് സത്യത്തിൽ ഉണ്ട് ഇവിടെ. എത്ര പേരുണ്ട് ഇപ്പോൾ? നേവിയുടെ എത്ര ഡൈവേഴ്സ് ഉണ്ട്? നേവിയുടെ ടീമിനെ അവിടെ കാണുന്നുണ്ട്. അതിൽ എത്ര പേർ ഡൈവേഴ്സ് ആണ്? ഉണ്ട്. ഒരൊറ്റ ആള് ഇറങ്ങുന്നുള്ളത് അറിയില്ല. ഒന്ന് ചോദിക്കുമോ? മനാഫ് ആകുമ്പോൾ അവരത് കൃത്യമായ വിവരങ്ങൾ തരികയും ചെയ്യും. നേവിയുടെ എത്ര ഡൈവേഴ്സ് ഉണ്ട്? അപ്പോൾ കൂടുതൽ പേർ വേണമെങ്കിൽ 5 ആളുണ്ട്. ഒരു മാൽപ്പയുടെ ടീമിലോ? മാൽപ്പെ ഒരു എന്താ പറയാ, ഒരു പ്രൈവറ്റ് ഇതാണല്ലോ, ഡൈവിംഗ് ടീമാണല്ലോ. ഇവർക്ക് ഇപ്പം വരുന്ന ഒരു വെല്ലുവിളി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്സിജൻ സിലിണ്ടർ നിറച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഓക്സിജൻ സിലിണ്ടർ കാലിയാവുന്ന സിലിണ്ടർ രണ്ടാമത് റീഫില്ല് ചെയ്യാനുള്ള ഓക്സിജനോ അതിനൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട്. ആകെ ഒരു ഓക്സിജൻ സിലിണ്ടർ 1 മണിക്കൂറിന്റെ താഴെ 1 മണിക്കൂർ അത്രയൊക്കെ കിട്ടുള്ളൂ. അല്ല, കഴിഞ്ഞ ദിവസം അത് മനാഫ് അതൊന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. അത് അവർ ചെയ്തു കൊടുക്കേണ്ട ഒരു സപ്പോർട്ടാണല്ലോ ഓക്സിജൻ ഫില്ലിംഗ്. നമുക്ക് തുടർച്ചയായി അവരുടെ ഡൈവേഴ്സിന്റെ സഹായം ഉണ്ടെങ്കിലേ ക്രെയിൻ ഉപയോഗിച്ച് ഈ മരങ്ങൾ ഉയർത്താൻ കഴിയുകയുള്ളൂ. ഇത് ഓരോന്നും ഡൈവേഴ്സിനുള്ള ഭക്ഷണം, അങ്ങനെ ഓരോ കാര്യങ്ങളും ഇപ്പം ഈ ബാക്ക് എൻഡിലുള്ള എല്ലാ ജോലികളും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്ന. നമുക്കറിയാം മനാഫ് ഇപ്പൊ 1 മാസമായില്ലേ, നമ്മളിപ്പോ സംസാരിച്ചു തുടങ്ങിയിട്ട് തന്നെ ഒരു 10-25 ദിവസമായല്ലോ മനാഫിനെ നമ്മൾ പരിചയപ്പെട്ടിട്ട് തന്നെ. അതെ, ഇപ്പൊ ഇനി 2 സിലിണ്ടർ അവിടെ ഫില്ല് ചെയ്തും കൊടുക്കുന്നത്. ഞാൻ അത് എടുക്കാൻ വേണ്ടി പോവുക. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ അതേമാതിരി തന്നെ വേറൊരു എന്റെ ഒരു മനസ്സ് പറയണത്, ഈ മരങ്ങൾ അവിടെ കിടക്കണതില് മേ ബി ഇനി കർണാടകക്കാരായ 2 ആളെ കിട്ടാനുണ്ടല്ലോ. ആ ബോഡീസ് ഒക്കെ ചിലപ്പോ അതില് അമർന്ന് കിടക്കുന്നുണ്ടാവും, മേലോട്ട് പോരാൻ കഴിയാത്ത രൂപത്തിലെ. മനസ്സിലായി. നമ്മുടെ അത് എടുക്കുമ്പോ അത് ഈ മരങ്ങൾ എടുക്കണോട് കൂടിയിട്ട് ചിലപ്പം പോരും എന്നുള്ളതാണ് ഡൈവേഴ്സിന്റെ ഒരു പ്രതീക്ഷ. അതിങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബോഡികൾ ഉണ്ടെങ്കിൽ പുറത്തേക്ക് പൊന്തും എന്നുള്ളത്. നമുക്ക് അർജുൻ അടക്കം 3 പേരെയാണ് കണ്ടെത്താനുള്ളത്. അർജുൻ, ലോകേഷ്, ജഗന്നാഥ്. വീണ്ടും എത്താം. മനാഫാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. മനാഫിന് ഇപ്പോൾ ഓക്സിജൻ സിലിണ്ടർ ലഭ്യമാക്കാനുള്ള നടപടികൾക്കായി, അതിനെ സഹായിക്കാനായി, അതിന്റെ പിന്നണിയിലുള്ള പല കാര്യങ്ങളും മനാഫും ജിതിനും ഒക്കെ ചേർന്നാണ് അവിടെ ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്.